ഈശോമിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നേരുന്നു. ഇപ്രാവശ്യം മനുഷ്യനെപ്പറ്റി പറയാം. മനുഷ്യൻ എത്ര മനോഹരമായ പദം. സ്വന്തമായ ഇച്ഛയും ക്രിയാത്മക ശക്തിയും തുടർച്ചയായ അന്വേഷണവും വഴി പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ യാഥാർത്ഥ്യമായി മനുഷ്യൻ നിലകൊള്ളുന്നു. ബൈബിൾ പറയുന്നു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പിതാവാണ്, നാം എല്ലാവരും മക്കൾ. പരസ്പരം സ്നേഹിക്കുക. മക്കളെന്നാൽ സ്വതന്ത്രരാണ്. മക്കളെ നാം ഒരിക്കലും കെട്ടിയിട്ട് വളർത്തത്തില്ല, എന്നാൽ മൃഗങ്ങളെ നിയന്ത്രണത്തിൽ വളർത്തും. എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും? ദൈവസ്വഭാവം സ്ത്രീത്വമാണ്, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. പിതാവും പുത്രനും, പുത്രൻ ഈശോ, പരിശുദ്ധാത്മാവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. നാം ആത്മഗതം ചെയ്യുന്നു. ഈശോ പിതാവിനോട് സംസാരിക്കുന്നു. നാം നമ്മുടെ ശക്തിയിൽ, ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുന്നു. തൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുന്നു. ബൈബിൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ആദിയിലുണ്ടായിരുന്ന വചനത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് സകലതും ഉളവായി. വചനം ദൈവമാണ്. വചനം രൂപമായി ഈശോ. നമ്മുടെ വചനത്തെ, നമ്മുടെ ശബ്ദത്തെ നമ്മിൽ നിന്നും വേർതിരിക്കാനാവില്ല. നമ്മുടെ വചനം നമ്മെ കുറിക്കുന്നു. ദൈവവചനം ദൈവത്തെ കുറിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, താനും പിതാവും ഒന്നാണ്, തന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന്. എന്നാൽ മൃഗങ്ങൾക്ക് ത്രിത്വ സ്വഭാവമില്ല. അവയ്ക്ക് ദേഹം, ദേഹി മാത്രം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആപ്പിളിൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ബോഡിയാണ്. അതിൻ്റെ രുചി എന്ന് പറയുന്ന അതിൻ്റെ ദേഹിയാണ്. ആന, അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയാണ്, ദേഹി, ദേഹം എന്ന് പറയുന്നത്. എന്നാൽ സസ്യബുക്ക് എന്ന അതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ ദേഹി. എല്ലാ ജീവജാലങ്ങൾക്കും നമുക്കിങ്ങനെ അത് പറയാൻ പറ്റും, ദേഹം, ദേഹി. എന്നാൽ മനുഷ്യന് മാത്രം ദേഹം, ദേഹി, ആത്മാവുണ്ട്. സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ വിശേഷബുദ്ധി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റു ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല ജീവജാലങ്ങൾക്കും ദേഹം, ദേഹി മാത്രമാണ്. ഗ്രഹങ്ങൾക്ക്, ഉപഗ്രഹങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക്, സസ്യജാലങ്ങൾക്ക്, എല്ലാത്തിനും. അവ സൂപ്പർ പ്രോഗ്രാമായ ദൈവം ചെയ്ത പ്രോഗ്രാം അനുസരിച്ച് റോബോട്ട് പോലെ വളരുന്നു, ചലിക്കുന്നു, കറങ്ങുന്നു, ജീവിക്കുന്നു. ഉദാഹരണത്തിന് പക്ഷികൾ, മൃഗങ്ങളൊക്കെ പണ്ടും ഗുഹകളിൽ, കൂടുകളിൽ, ഒരേ ജീവിത രീതികളിൽ ഇന്നും തുടരുന്നു. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഒരേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഓരോ നിയമങ്ങളനുസരിച്ച്. ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് ആകർഷണം ഉള്ളതുപോലെ അതിനും അതിൻ്റേതായ ആകർഷണം. വസ്തുവായിട്ട് നിൽക്കുന്ന ഉള്ളിലേക്ക് ആകർഷണം. ഓരോ നിയമങ്ങളനുസരിച്ച് ഓരോന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിലനിൽക്കുന്നു. എന്നാൽ വിശേഷബുദ്ധി, സിക്സ് സെൻസ്, ആത്മാവുള്ള മനുഷ്യൻ അതുപയോഗിച്ച് ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് സകല ഇൻവെൻഷൻസും ഡിസ്കവറീസും നടത്തി ചന്ദ്രനിലെത്തി ചൊവ്വയിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നു. നമുക്ക് നമ്മുടെ വിശേഷബുദ്ധി, സിക്സ് സെൻസ്, ആത്മാവ് ഉപയോഗിച്ച് ലോകത്തിന് അനുഗ്രഹമായി മാറാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.